ഓക്കെ, അപ്പോൾ നമുക്ക് പാരൻറ്റ് കൺസ്ട്രെയിൻറ്റ് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. നമുക്കിനി അടുത്തൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, സെലക്ട് ചെയ്ത് വെച്ചു, അതിനെ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ, ഇതും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ കൺസ്ട്രെയിൻറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയെന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതങ്ങ് ഇതെന്താണ് വെറുതെ ഉള്ള മെഷല്ലേ, അപ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോം വാല്യൂ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസ് ചെയ്യാം. മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, ഫ്രീസ് ആയി. അപ്പോൾ ഇനി എന്തെങ്കിലും ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ കൺട്രോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല. കൺട്രോൾസ് ഒക്കെ നമ്മൾ റിഗിൽ നോർമലി കൺട്രോൾസ് ഒക്കെ ഫ്രീസ് തന്നെ ആയിരിക്കും, അതിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. റിഗർ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീസ് ചെയ്ത് തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. മോഡിഫൈക്കകത്ത് ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് ഫ്രീസ് ആയിട്ടുണ്ട്, രണ്ടും. അപ്പോൾ വാല്യൂ നമ്മൾ നീക്കി വെച്ചിട്ട് 0 അടിച്ചു കഴിഞ്ഞാലും എക്സാക്റ്റ് നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാണ് അനക്കിയത് ആ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ ഫ്രീസ് ആയിട്ടുണ്ട്, അപ്പോൾ ഇനി ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പാരന്റ് കൺസ്ട്രെയിൻ ആണ്. അതിന് വേണ്ടിയിട്ട് അറിയാലോ, മോഡലിങ്ങിൻ്റെ അകത്ത് അനിമേഷൻ്റെ അകത്ത് വരിക, അനിമേഷൻ്റെ അകത്ത് കൺസ്ട്രെയിൻ്റെ അകത്ത് പാരന്റ് കൺസ്ട്രെയിൻ. ഓക്കെ, ആദ്യത്തെ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, പാരന്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ചൈൽഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് പാരന്റും ഇത് ചൈൽഡുമാണ്. ഇനി കൺസ്ട്രെയിൻ, പാരന്റ് കൺസ്ട്രെയിൻ. അപ്പം മായ്ക്കാത്തപ്പോഴും ഹിസ്റ്ററി ആക്റ്റീവായിട്ട് കിടപ്പുണ്ട്, അതൊന്ന് റീസെറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം. അപ്പോൾ ഹിസ്റ്ററി എല്ലാ ഓപ്ഷൻസും എപ്പോഴും എടുത്തിട്ടൊന്ന് ഹിസ്റ്ററി റീസെറ്റ് ചെയ്യാൻ നന്നായിരിക്കും. കാരണം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുടെ സിസ്റ്റത്തിലാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹിസ്റ്ററിയും ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ പിന്നെ ആ ഒരു ഇഷ്യൂ വരത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്ലൈ ക്ലോസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒറിജിനലിനകത്ത് കൺസ്ട്രെയിൻ വിഴുന്നിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എസ് അടിക്കുക. ആക്റ്റീവ് ആയല്ലോ, ആക്റ്റീവ് ആയത്. ഓക്കെ, ഇതിപ്പോൾ കൺസ്ട്രെയിൻ്റ് അല്ല. 0 മീൻസ് ഓഫ്, 1 മീൻസ് ഓൺ. ഓക്കെ, അപ്പം ഞാനിതിനെ ഓൺ ആക്കാം. 1 അടിച്ച് ഇത് ഓണായി. ഓണായി കഴിഞ്ഞാൽ നമ്മളെ പാരന്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ചൈൽഡ് നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ നീക്കുന്ന സമയത്ത് നീക്കണം. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ചൈൽഡിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നീക്കാം. കണ്ടോ, ചൈൽഡിൻ്റെ വാല്യൂ മാറുന്നുണ്ട്, XYZ ആക്സസ് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതിനെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് 0 ആക്കാം. 0 ആക്കിയിട്ട് നമുക്ക് 0 ആക്കി കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലോട്ട് പോകും. 0 ആക്കി കഴിഞ്ഞാൽ, കാരണം നമ്മളിത് അനിമേറ്റ് ചെയ്ത് വെച്ചിരിക്കില്ല. 0 ആയി കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലോട്ട് പോകും. ഓക്കെ, വീണ്ടും ചൈൽഡിനെയാണ് സെലക്ട് ചെയ്യാനുള്ളത്. ചൈൽഡിനെ സെലക്ട് ചെയ്തിട്ട് 1 അടിക്കുക. കണ്ടോ, നമ്മൾ ആ പാരന്റ് കൺസ്ട്രെയിൻ കൊടുത്ത അതേ സ്ഥലത്ത് തന്നെ അത് വരും കൺസ്ട്രെയിൻ ആവുന്ന സമയത്ത്. കൺസ്ട്രെയിൻ 0 ആണെങ്കിൽ, ഇപ്പോൾ 0 ആണെങ്കിൽ കണ്ടോ അത് അവിടെ തന്നെ ഇരിക്കും. പക്ഷെ കൺസ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് കൺസ്ട്രെയിൻ കൊടുത്ത് തുടങ്ങിയത് അതേ ഏരിയയിൽ തന്നെ ആ കൺസ്ട്രെയിൻ തിരിച്ചു വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒബ്ജക്റ്റ് സ്കെയിൽ ആവുന്നുണ്ടോ? ഓക്കെ, ആ സ്കെയിൽ പ്രോപ്പർട്ടി വർക്ക് ചെയ്യത്തില്ല. പക്ഷേ റൊട്ടേഷൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ട്രാൻസ്ലേഷനും അതേപോലെ വർക്ക് ചെയ്യും. ഓക്കെ, അതിന് പല പല ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. സ്കെയിൽ കൺസ്ട്രെയിൻ, എയിം കൺസ്ട്രെയിൻ, പോൾ വെക്ടർ, ഓറിയന്റ്, പോയിന്റ്, അങ്ങനെ പല സ്കെയിൽ ആവാത്ത ഇഷ്യൂസ് ഒക്കെ നമുക്ക് വേറെ ഇതിൽ പോയിട്ട് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക. ക്യാരക്ടറിനെ നമ്മളിപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇതൊരു ക്യാരക്ടറാണ്. നമ്മൾ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കിയാണ്, കീ ഫ്രെയിം അടിച്ചു, ഇതിനെങ്ങനെ നീക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ നീക്കിയിട്ട് ഈ ഒരു പൊസിഷനിൽ ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുത്തു ഇങ്ങനെ, അല്ലെങ്കിൽ അവിടെ തന്നെ ഹോൾഡ് ആയിരിക്കുകയാണ് ഈ ക്യാരക്ടർ. എന്നിട്ട് ഇതിനെ ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുത്തു. അപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ആൻറ്റിസിപ്പേഷൻ എടുത്തു. ആൻറ്റിസിപ്പേഷൻ റിലീസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ വന്നു, ഒരു ആൻറ്റിസിപ്പേഷൻ എടുത്ത് റിലീസ് ചെയ്തു. ഓക്കെ, റിലീസ് ചെയ്യുന്ന ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 18th ഫ്രെയിമാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൈൽഡിനെ ഒരു പ്രാവശ്യം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എസ് അടിക്കുക. പാരന്റിനെ ഒരു പ്രാവശ്യം സെലക്ട് ചെയ്യുക. സോറി, പാരന്റിനെ എല്ലാ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, എസ് അടിക്കുക. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പാരന്റിനെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കീ ഫ്രെയിംസ് കാണാൻ പറ്റുള്ളൂ. ഏത് കീ ഫ്രെയിംസ്? നമ്മളെ കീ ഫ്രെയിംസ്. അപ്പോൾ നമ്മൾ ചൈൽഡിനെ സെലക്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇനി എവിടെ വെച്ചാണോ ഡ്രോപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഈസി ആയിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ കീ ഫ്രെയിംസ് ഉണ്ട്. റിമൂവ് ഇവിടെ വെച്ചിട്ട് ഞാൻ പറയുകയാണ് താഴെ എത്തുന്ന സമയത്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാൻ 0 അടിക്കുന്നു. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ താഴെ പോകും. ഓക്കെ, 0 ആയിരിക്കണം. 1 ആയിരുന്നാൽ അത് പോകത്തില്ല, വീണ്ടും 0 തന്നെ ആയിരിക്കണം. ഇതാണ്ട് ഇവിടെ എടുത്തു, റിമൂവ് ചെയ്തു. ഫൈൻ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റയടിക്ക് അതിനെ റിമൂവ് ചെയ്താൽ കളയാം.
ഓക്കെ, വീണ്ടും കൺസ്ട്രെയിൻ കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആക്കും. ഇവിടെ ഞാൻ ഇതിന് ഞാൻ കൺസ്ട്രെയിൻ കൊടുക്കുക, എസ് അടിച്ച് 21 വെച്ചിട്ട് ഒന്നും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മുടെ എവിടെയാണ് ഇരുന്നത് ആ പൊസിഷനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷനിൽ നമ്മൾ എപ്പോഴും ഈ പാരന്റ് കൺസ്ട്രെയിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫൈൻ, പിടിയിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൺസ്ട്രെയിൻ കട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. വിൻഡോയ്ക്കകത്ത് ഔട്ട്ലൈനറിൻ്റെ അകത്ത് പോയിട്ട് കൺസ്ട്രെയിൻ കട്ട് ചെയ്യാം. നമുക്ക് ഏത് കൺസ്ട്രെയിൻ ആണോ ഉള്ളത് കിടക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആ കൺസ്ട്രെയിൻ ഈ കിടപ്പുണ്ട്, കൺസ്ട്രെയിൻ നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ 2 എണ്ണം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺസ്ട്രെയിൻ റിമൂവ് ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് കയറിയിട്ട് ഔട്ട്ലൈനറിൻ്റെ അകത്ത് കയറിയിട്ട് റിമൂവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻ റിമൂവ് ആയി. ഓക്കെ, ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ അനിമേഷൻസ് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് കൺസ്ട്രെയിൻ അല്ല, ഇത് അനിമേഷൻ ആണ്. ഇതിൻ്റെ അകത്തുള്ള അനിമേഷൻസിൻ്റെ കീ ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് അനിമേഷൻസിന് കൺസ്ട്രെയിൻ നമുക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ മറ്റതും കൂടെ ഞാനപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പാരന്റ് കൺസ്ട്രെയിൻ കൂടെ നമുക്കൊന്ന് നോക്കാം. അല്ലാതെ പാരന്റ് എങ്ങനെയാണെന്നുള്ളത്, ഈ കൺസ്ട്രെയിൻ അല്ലാതെ പാരന്റ് കൺസ്ട്രെയിൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പാരന്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോർമലി വീണ്ടും ഞാൻ ഫ്രീസ് ചെയ്യുക. എപ്പോഴും ആയാൽ എല്ലാ ഒബ്ജക്ട്സും എടുക്കുന്ന സമയത്തും ഫ്രീസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഏത് ഒബ്ജക്റ്റ് നമുക്ക് ഫ്രീസ് ചെയ്യാം. അപ്പോൾ മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, മോഡിഫൈ ഫ്രീസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഞാൻ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഏതാണ്, പാരന്റ് ചൈൽഡ്. ഇപ്പോൾ നമുക്ക് ചൈൽഡ് ആൻഡ് ദെൻ പാരന്റ് സെലക്ട് ചെയ്യുക. പ്രസ് പി, കീബോർഡിൽ പി പ്രസ് ചെയ്യുക, പി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നേരത്തെ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. ഇതാണ്ട് റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, സ്കെയിൽ നോക്കിക്കോണേ. കണ്ടോ അതിൻ്റെ അത് സ്കെയിലും കൂടെ ആവും. പക്ഷേ ഇത് നമ്മൾ നോർമലി ഉപയോഗിക്കാറില്ല. റെയർ കേസസിൽ മാത്രം ഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉപയോഗിച്ച് ചില സമയം ഇത് നമുക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ഇത് നോർമലി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നോർമൽ പാരന്റ്. ഇത് നമുക്ക് അൺപാരന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യുക, പാരന്റ് തന്നെ സെലക്ട് ചെയ്യുക. എഡിറ്റിൻ്റെ അകത്ത് അൺപാരന്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് പി സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് പി അടിച്ചു കഴിഞ്ഞാൽ ചൈൽഡിന് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പി അടിക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് പീസായി. പക്ഷേ യൂഷ്വലി നമ്മൾ നോർമലി വേ അല്ല ഇങ്ങനെ പാരന്റ് ചെയ്യുന്നത്. അത്യാവശ്യം എന്തെങ്കിലും ഒരു ഘട്ടം അങ്ങനെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതിനെ പാരന്റ് ചെയ്യുക. നോർമലി നമ്മളിങ്ങനെ പാരന്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് നോക്കാം, ജമ്പിൻ്റെ ഒരു ബേസിക് സാധനം നോക്കാം. ജമ്പ് ഈ ഒരു ക്യാരക്ടർ ഇട്ടിട്ട് നമുക്ക് ജമ്പ് എങ്ങനെ ബേസിക് ആയിട്ട് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ജമ്പ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് ചാടിയിട്ട് ഇത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജമ്പ്, നോർമൽ ജമ്പ്, കൈ ഒന്നും നമ്മൾ നോക്കണ്ട. ഹിപ്പിൻ്റെ ആ ഒരു ചാട്ടത്തിൻ്റെ ആ ഒരു പവർ ഹിപ്പിലോട്ട് മാത്രം വരുന്ന രീതിയിൽ നമുക്കൊരു ജമ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ക്യാമറ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ ലോക്ക് ചെയ്യാം. ലോക്ക് സെലക്റ്റഡ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്ന ക്യാമറ, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലോക്ക് സെലക്റ്റഡ്. ഓക്കെ, ഇപ്പോൾ ക്യാമറ ഇപ്പോൾ ലോക്കാണ്. പാനൽസിൻ്റെ അകത്ത് ലേഔട്ടിൻ്റെ അകത്ത് 2 പാൻ സൈഡ് ബൈ സൈഡ് പെർസ്പെക്റ്റീവ് എടുക്കുക. എന്നിട്ട് നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ഹിപ്പും ഇത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫൈൻ, ഹിപ്പ് എസ് അടിക്കുന്നു. നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ വേണം, നന്നായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. സ്വല്പം ഒന്ന് താഴ്ത്തുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്ന് റൊട്ടേഷൻ വന്നാലും പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ആൻറ്റിസിപ്പേഷൻ വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. ആ ഒരു ലെങ്ത്തും ആ ഒരു റൊട്ടേഷനും കൂടെ കുറച്ച് സമയം കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് ഹോൾഡായിട്ട് മാറി അവിടെ. ഓക്കെ, ഇനി ഞാനൊരു 50 ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്യുന്നു. 14, 17. അവിടെ നിന്ന് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഒരു 2 ഫ്രെയിമിലോ 4 ഫ്രെയിമിലോ റിലീസ് ചെയ്യാം. അത് കുഴപ്പമില്ല, അത് ടൈമിംഗ് അനുസരിച്ച് ഇങ്ങനെ. ഓക്കെ, അത് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ കാലിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം.
ഓക്കെ, ഇതും കൂടെ സെലക്ട് ചെയ്യുന്നു. പുഷ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെഗിൻ്റെ ഫുഡ് റോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പുഷ് ചെയ്ത് പോകുന്നൊരു ഫീൽ കിട്ടും. ഓക്കെ, ഇതത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല, വളരെ ജസ്റ്റ് ബേസിക്സ് പോസ് മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, എവിടെ നിന്ന് നമുക്ക് ഫുട്ട് ജമ്പ് ചെയ്യാം. ഫുട്ട് ഇവിടെ രജിസ്റ്റർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് ഈ ഫുട്ടിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ടോപ്പിലോട്ട് ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആ പോൾ വെക്ടർ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. പോൾ വെക്ടർ അഡ്ജസ്റ്റ് ചെയ്യുക, എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കുക. പോൾ വെക്ടർ ഫ്രണ്ടിൽ തന്നെ വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇത് ഓവർ സ്ട്രെച്ച് ആയിപ്പോയി, സ്ട്രെച്ച് കുറയ്ക്കാം. ഓക്കെ, അവിടെ നിന്ന് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാല് അവിടെ തന്നെ ഇരിക്കണേ. കാലിൻ്റെ രജിസ്ട്രേഷൻ കറക്റ്റ് ആക്കുക, 2 ഫ്രെയിമും കൂടെ. അപ്പോൾ ഇത്രയും കീ ഫ്രെയിം വേണ്ട, അപ്പോൾ ഞാൻ അതിനെ റിമൂവ് ചെയ്യാം. ജസ്റ്റ് റിമൂവ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതിനെടുത്തിട്ട് നമുക്ക് തൽക്കാലം കാലും ഹിപ്പും മാത്രം കൺട്രോൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ബേസിക് പോസ് മാത്രം നമുക്ക് ഇടാം. ഓവറായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇൻ ബിറ്റ്വീൻ ഒക്കെ പിന്നെ നമുക്ക് ഇടാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു. ഇതിനെടുത്തിട്ട് കുറച്ചും കൂടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് നടുക്കുള്ള ഏരിയയിലിടാം. ഹിപ്പ് മാത്രമേ, പെൽവിസ് കൂടെ വന്നാൽ പ്രശ്നമാണ്. ഹിപ്പ് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഹിപ്പ്. മറ്റേ പെൽവിസും കൂടെ വന്നു. ഓക്കെ, എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അപ്പോൾ ഇതും കൂടെ പോൾ വെക്ടറും കൂടെ പിടിക്കുക. ഓക്കെ, പോൾ വെക്ടറും കൂടെ വന്നു. അപ്പോൾ എത്രയും ദൂരം പോകണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തീരുമാനിക്കും. ഇവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. എല്ലാത്തിലും കീ ഇടാം. എന്നിട്ട് താഴെ വന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്യണം. അവിടെ ലാൻഡ് ചെയ്യിക്കുക. ലാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക എത്രത്തോളമാണ് പൊങ്ങുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, എവിടെ രജിസ്റ്റർ ചെയ്യണം അവിടെ അത്രയും ഭാഗം രജിസ്റ്റർ ചെയ്യുക. നടുക്ക് വേണമെന്നെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. നടുക്ക് ഇവിടെ. ഓക്കെ, ഫൈൻ. എന്നിട്ട് അവിടെ രജിസ്റ്റർ ആവുന്ന പോലെ 0 അടിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഇവിടെ അതേപോലെ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് റഫേ ആയിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സൊക്കെ മിസ്സിംഗ് ആണ്, എവിടെയൊക്കെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം മിസ്സിംഗ് ആണ്. ആ പ്രോസസ്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നു. അവിടെ നിന്ന് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലൊക്കെ ജമ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ അവിടെയും കുറച്ചും കൂടെ ഒന്ന് ടോപ്പിലോട്ടാക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ, അത് നമ്മളൊരു കാൽക്കുലേഷൻ വേണം. ഏത് ഏരിയയാണ് അത് ലാൻഡ് ചെയ്യണം എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് വേണം. ഓക്കെ, അവിടെ ഇത് ഇനി ഈ കാര്യം ഇത് ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കണ്ട. ഇത് നമ്മൾ ആ ഒരു ഫിനിഷ് ഇങ്ങനെ കൊണ്ടുവരിക. ടച്ച് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്ന രീതിയിൽ ഫിനിഷ് കൊണ്ടുവരിക. അതേപോലെ ഹിപ്പും ഒറ്റയടിക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റില്ല, നല്ല സമയമെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണിത്. ഇവിടെ സ്ക്വാഷ് ബോളിൽ സ്ട്രെച്ചും സ്ക്വാഷും ചെയ്യുന്ന സെയിം കണ്ട. ഈ ഒരു ലാൻഡിങ്ങും ആ ഒരു ലാൻഡിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. കറക്റ്റ് ആ ഒരു ഫിനിഷിൽ വേണം ലാൻഡ് ചെയ്യാൻ. ഓക്കെ, ഇതും 0 തന്നെയാണ് ഫുട് റോള്. നമ്മൾ എത്രയാണ് കൊടുത്തിരുന്നത് ഫുട് റോള്? ഡൗൺ. ഓക്കെ, ഡൗണിൽ ഫുട് റോള് 12.9. അപ്പോൾ അതിന് ഇവിടെ നിന്നും അതേ കണക്ക്. ഓക്കെ, ഇതേ കാലിൻ്റെ ഇതേ മൂവ്മെൻറ്റ് തന്നെയാണ് ഈ കാലിലും. കണ്ടോ?
ഓക്കെ, അതാകുമ്പോൾ കുറച്ച് ഒരു വെയിറ്റ് ഫീൽ ചെയ്യും ചാടുന്ന സമയത്ത്. ഇവിടെ വേണമെങ്കിലും കുറച്ച് കാലിന് വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം കാലിന്. ഓക്കെ, അപ്പോൾ അവിടെയും വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 0 ആക്കാം. കാലിന് സ്വല്പം പ്രൊപ്പോർഷൻ കാലിന് സ്വല്പം മാറ്റാം. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്യിക്കാം. ഇപ്പം നോക്കിയാൽ കാല് ലാൻഡ് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ലാൻഡിങ് ആയി ഈ ഒരു ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ ഈ കാല് എടുക്കുന്ന സമയത്തും ഒരു ഏരിയയിൽ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഒറ്റ ഏരിയ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ഏരിയയിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. ഫുൾ കൺഫ്യൂഷനിലായി പോകും. ആദ്യമായിട്ട് അനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് എടുത്തു ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഈ ഒരു ഏരിയ ആയപ്പോൾ അത് പോയി. അപ്പോൾ അവിടെ പാടില്ല, അവിടെ നിന്ന് നന്നായിട്ട് സ്ക്വാഷ് ചെയ്യുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടില്ല, അതൊരു സ്ലൈഡ് ചെയ്ത് പോകുന്നൊരു പ്രോബ്ലം ഉണ്ട്. ആ ഒരു സ്ലൈഡിങ് പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് മാറ്റണം. സ്ലൈഡിങ് പ്രോബ്ലം മാറ്റാൻ വേണ്ടി വിൻഡോ, അനിമേഷൻ എഡിറ്റർ, ഗ്രാഫ് എഡിറ്ററിൽ പോവുക, ട്രാൻസ്ലേറ്റ് സി എടുക്കുന്നു. സി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സി സ്മൂത്ത് തന്നെയാണ്, എന്നാൽ എവിടെയെങ്കിലും ചെറിയൊരു അടി ഫീൽ വരുന്നുണ്ടോ നോക്കുക. കീസ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക, ആവശ്യമില്ലാത്ത കീസ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് ആ ഒരു ഫിനിഷിങ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ എന്തോ ഹോൾഡ് ചെയ്യാം, ഹോൾഡ് കൊടുക്കാം. ഈ വൈ എടുക്കുന്ന സമയത്തെ വൈയിലാണ് ഇവിടെ ഒരു പിടുത്തം ഉള്ളത്. ആ വൈയിൽ ആ പിടുത്തം നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ വൈ അത് റിമൂവ് ചെയ്ത് കളയുക. ഇവിടെ നിന്ന് അത്രയും സ്ഥലം ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇവിടെ വേണമെങ്കിൽ സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കാം, സ്വല്പം. ഓക്കെ, ഇനി എടുത്തു കഴിയുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പിടുത്തം അവിടെ നിന്ന് റിമൂവ് ആയിട്ട് കാണാം. ഇവിടെ നിന്ന് ആ പിടുത്തം പോയി, പക്ഷേ ഇത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക. മീൻസ് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് മിസ്സായതുപോലെ തോന്നുന്നു. ട്രാൻസ്ലേറ്റ് സിയുടെ മൂവ്മെൻറ്റ്. അപ്പോൾ സിയുടെ മൂവ്മെൻറ്റ് എടുക്കുക, സി കുറച്ചും കൂടെ അങ്ങോട്ട് ടൈറ്റായിട്ട് വലിച്ചു വിടുക, സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കുഴപ്പമില്ല. വീണ്ടും അവിടെ നമുക്ക് വൈ സ്വല്പം താഴ്ത്തുക. കീ ഇടുന്ന സ്ഥലത്ത് കീ ഇട്ട് തന്നെ ആകണം കേട്ടോ. കീ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇടുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഫുൾ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, റഫ് പെർഫെക്ഷൻ മാത്രം. ഓക്കെ, ഇവിടെ നിന്നുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ഹോൾഡ് കൊടുത്തിട്ടില്ലായിരുന്നു. ഹോൾഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അവിടെ ഹോൾഡ് തന്നെ കൊടുക്കുക, എന്നിട്ട് ആൻറ്റിസിപ്പേഷൻ തന്നെ കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, ഒരുപാട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരണ്ട, ഔട്ട് ഓഫ് ഇതാവും, അതാണ് ഔട്ട് ഓഫ് ബാലൻസ് ആവും. സ്വല്പം അങ്ങോട്ട് ട്വീക്ക് ചെയ്തിട്ട് ബാലൻസ് പ്രോപ്പർ ആക്കുക. ഓക്കെ, അപ്പോൾ ഈ കാലിന് പ്രശ്നം വരും, ആ കാല് നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒരു പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, ആയിട്ടില്ല, റഫേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഫൈൻ ട്യൂൺ ചെയ്യണമെന്നാണ് അടുത്ത പരിപാടി. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫോളോ ത്രൂ കാര്യങ്ങൾ. കൈ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, കൈ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഹിപ്പ് മാത്രം നമുക്ക് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കൺട്രോൾസ് ഉണ്ടല്ലോ, ഈ ഒരു കൺട്രോൾസ് അത് തിരിച്ചാക്കി കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എസ് അടിച്ചിട്ട് ഇതിനെ തിരിച്ചാക്കി കൊടുക്കുക. മീൻസ് ഇത് ഇങ്ങനെ തിരിക്കുക. ഓക്കെ, അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇതിനെ സ്വല്പം ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, ഡ്രാഗ് ചെയ്യുക. അതുപോലെ തലയുടെ കൺട്രോൾ, തലയില നമുക്ക് ഇപ്പോഴും അനിമേറ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലേ, അപ്പോൾ പ്രശ്നമില്ല. ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്നു, തല നല്ലോണം തിരിയുന്നു. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ഫോളോ ത്രൂ കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഹിപ്പിൽ നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഹിപ്പിനെ സ്വല്പം ഒറ്റ അടിക്കുന്ന താഴെ വരണ്ട, സ്വല്പം ഒന്ന് ടോപ്പിൽ പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് വഴി സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് അതങ്ങ് റിമൂവ് ചെയ്ത് കളയുക. അതാകുമ്പോൾ കറക്റ്റ് വരുന്നൊരു ഫീൽ കിട്ടും ഇവിടുന്ന്. ഓക്കെ, ഇപ്പം അത് റിമൂവ് ചെയ്തിട്ട് ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പൊക്കുക. ഓക്കെ, ആ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉണ്ടോ ആ ഒരു ഓവർലാപ്പിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടല്ലോ അവിടെ. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇതിനെ നമുക്ക് മൂവിങ് ഹോൾഡ് എന്നാണ് പറയുന്നത്. എന്താണ് മൂവിങ് ഹോൾഡ്? ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ സ്റ്റിഫായിട്ട് റോബോട്ടിക് ഫീൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് മൂവിങ് ഹോൾഡ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ടും താഴ്ത്തിയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് എടുക്കുന്ന സമയത്ത് കാല് രജിസ്റ്റർ ആയതിനു ശേഷം എടുക്കുക. നമ്മൾ എന്ത് ട്വീക്ക് ചെയ്യുന്ന സമയത്തോ ശ്രദ്ധിക്കുക, അത് നമ്മൾ വീണ്ടും റീട്വീക്ക് ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, അവിടെ നിന്ന് അത് റിലീസ് ചെയ്തു. ഓക്കെ, ഫൈൻ. അടുത്തതിൽ വീണ്ടും സ്വല്പം കൂടെ
വീണ്ടും സ്വല്പം കൂടെ കാല് സ്വല്പം ഒന്ന് താഴ്ത്തുക. അവിടെ കാലിൻ്റെ രജിസ്ട്രേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്വല്പം പൊക്കാം, പ്രശ്നമില്ല. ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം, സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കാം. ഇതാ ഇപ്പോൾ ആ കാല് കറക്റ്റായിട്ട് എടുക്കുന്നൊരു ഫീൽ കിട്ടി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി തന്നെ ആകണം. അതുപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു, ഇവിടെ നിന്ന് റിലീസ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. ആർക്ക് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ അറിയാലോ. ആർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ വെക്കുക. അവിടെ സ്വല്പം അങ്ങോട്ട് തിരിക്കുക, മുകളിലോട്ട് വയ്ക്കുക. പോൾ വെക്ടർ കറക്റ്റായിട്ട് അലൈൻ ചെയ്യുക, സ്വല്പം തിരിക്കുന്നു. അവിടെ നിന്ന് ഒരു ആർക്കിൽ അത് ഫോളോ ചെയ്യുക. ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തും ആർക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിക്കോണം. ഇവിടെ ഏരിയയിലും ആർക്ക് ഫോളോ ചെയ്യണം. അത് പോയി. അപ്പോൾ ഇവിടെ റിമൂവ് ചെയ്യുക. ഒരുപാട് പൊക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ലെങ്ത്തിൽ കൂടുതൽ പൊങ്ങിയിട്ടുണ്ട്. ഫൈൻ, ഓക്കെ. ഇനി നമുക്കൊരു പ്ലേ ബ്ലാസ്റ്റ് ഒന്നുകൊണ്ട് അടിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, അത് ഞാൻ കാണാൻ പറ്റുന്നില്ല അല്ലേ പ്ലേ ബ്ലാസ്റ്റ്? അത് റെഡിയാക്കാം. ശരി 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 ശരി, ഓക്കെ 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 പിടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേ ബ്ലാസ്റ്റ് കാണാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് കുഷൻ ആൻഡ് സെറ്റിലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. കുഷൻ ആൻഡ് സെറ്റിൽ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇവിടെ എത്തിയിട്ട് കുഷനും സെറ്റിലിങ്ങും, കുഷൻ ആൻഡ് സെറ്റിൽ. അപ്പോൾ ഇവിടെ വന്ന് വീഴുന്നല്ലോ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സ്പീഡിൽ ഒന്ന് വീഴട്ടെ. ഹിപ്പ് അപ്പോൾ കുറച്ചും കൂടെ ആദ്യമേ വരട്ടെ. കണ്ടോ, ഹിപ്പ് കുറച്ചും കൂടെ ആദ്യം വരട്ടെ, കുഴപ്പമില്ല. അത് നമുക്ക് എല്ലാത്തിലും ബാധകമാണ് കേട്ടോ. വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഹിപ്പ് ഇവിടെ കാല് ഏതിലാണ് വരുന്നത്? 10. ഇവിടെയൊന്നും പ്രശ്നമില്ല. ഇവിടെ എടുക്കുന്ന സമയത്ത് ഇത് കണ്ട, ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട. അക്കാര്യത്തെ എല്ലാം നമ്മൾ മാറ്റുക. അത് റോള് കൂടിപ്പോയി, അവിടെ അത് മാറ്റുക. അവിടെ റോള് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് റോള് ഇങ്ങനെ വന്നിട്ട് സ്വല്പം ഒന്ന് കൂട്ടി പിന്നെ മാക്സിമം ആക്കി കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, ആ ഏരിയയിൽ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ കുഷന് സെറ്റിലിംഗ് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഡൗൺ അപ്പ്. ഓക്കെ, അപ്പ് ട്രാൻസ്ലേറ്റ് വൈ, സ്വല്പം ഡൗൺ അപ്പും പ്രോപ്പർ ആക്കുക. അപ്പ് ഇത്രയും വേണമെന്നില്ല, ദെൻ ഡൗൺ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈ ആക്സിസിൽ പോയിട്ട് വൈ നമുക്കൊന്ന് കുറയ്ക്കാം. ആ ഒരു സെറ്റിലിംഗ് കുഷനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പ് ഡൗൺ. ഓക്കെ, ഒരുപാട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. സ്വല്പം കൂടെ കുറച്ചൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഡൗൺ. ഓക്കെ, ഇതിപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഫീൽഡിലാണ് ചെയ്യുന്നത്. മുന്നോട്ട് പോകണ ഒരു ഫീൽഡിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാലിൻ്റെ നമുക്ക് സ്വല്പം കൂടെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അവിടെ ഒരു ആർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഈ കാലിൻ്റെ ഏരിയയിൽ ആർക്ക് നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ആ ഒരു ആർക്കും കുറച്ചും കൂടെ നമുക്ക് ഫോളോ ചെയ്യിക്കണം ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്കതൊന്ന് കുറയ്ക്കാം. റോൾ ബോളും ഹീലും ഒന്നും വേണ്ട. എനിക്കിവിടെ ആർക്കാണ് വേണ്ടത് ഈ ഒരു ഏരിയയിൽ. അത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ സ്വല്പം ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കാം. മുകളിലോട്ട് വന്നു. ഓക്കെ, റിലീസ് ചെയ്തു. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. ഏകദേശം എന്ന് വെച്ചാൽ 100% ആയിട്ടില്ല, ഏകദേശം ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്ത ഏരിയയിൽ ആ കുഷനും സെറ്റിലിങ്ങും ചെയ്യുന്ന സമയത്ത് ആദ്യം കാല് വന്നു, ഫൈൻ. രണ്ടാമത് ഹിപ്പ് വന്നു. ഇനി നമുക്ക് ബോഡി പാർട്ടും കൂടെ അനിമേറ്റ് ചെയ്യണം. ബോഡി പാർട്ട് മീൻസ് നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫിനിഷിങ് ഇതുണ്ടോ, ഈ ഒരു ഏരിയ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട സമയത്ത് വന്നു ലാൻഡ് ചെയ്തു. ഓക്കെ, വന്നു ലാൻഡ് ചെയ്തു. അതിനു മുമ്പായിട്ട് ഹിപ്പ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വർക്ക് ചെയ്യാം. ഹിപ്പ് നമ്മൾ ഒന്ന് ഫ്രണ്ടിലോട്ടും ആ ഒരു ഇവിടെ ഒന്ന് സ്റ്റിഫായിപ്പോയി ഹിപ്പ്. അപ്പോൾ ഞാൻ വൈ എടുത്തിട്ട് ഇസഡ് എടുത്തിട്ട് ഒന്ന് ചിലപ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി. ഓക്കെ, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കൊടുത്തു. സ്വല്പം ഒന്ന് സ്ലോ ആക്കി ഔട്ടാക്കി. ഇത് ഓവറായി പോയാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുഴപ്പമില്ല.
സ്വല്പം ഒന്ന് ഓവറായിപ്പോയി, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും. സെലക്ട് ചെയ്യുന്നു, അത്രയും പോകണ്ട, സ്വല്പം ഒന്ന് താഴ്ത്തുക ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ആക്കുക. ഇതും അതേ കണക്ക്, അത്രയും പോകണ്ട, ഇത് സ്വല്പം നല്ലവണ്ണം താഴ്ത്തുക. ഓക്കെ, അനിമേഷൻ നമ്മളെപ്പോഴും പ്രാക്ടീസിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പം ഡ്രാഗ് ചെയ്ത് ഓക്കെ, ഒരുപാട് താഴ്ന്ന കണക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും നമുക്ക് റെഡിയാക്കാം അതിനെ. ഈ വൈയെ നമുക്ക് ഇസഡ് നമുക്ക് നോക്കാം എന്താണ് ഇസഡ് സംഭവിക്കണമെന്ന്. ഈ ആക്സിസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ വൈ നമുക്ക് സ്വല്പം ഓക്കെ ഇങ്ങനെ ആക്കാം. ഭയങ്കരമായിട്ട് ഡൗൺ ആയ ഒരു ഫീലുണ്ട്, അപ്പോൾ ആ ക്യാരക്ടറിന് അത് സൂട്ട് ആവുന്നില്ല. ഓക്കെ ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ കാല് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാം. അത് നോർമലി ഒരു നീങ്ങിയിട്ട് അപ്പുറത്തോട്ട് ചാടി പോകുന്നു, അതിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഇതെല്ലാം ഇത്രയൊന്നും സ്ട്രെച്ച് ആവേണ്ട ആവശ്യമില്ല. സ്വല്പം ഒന്ന് ഇപ്പോൾ ക്യാരക്ടറിന് അത് സൂട്ട് ആവുന്നുണ്ടോയെന്ന് കൂടെ നോക്കിക്കോണം അത് ചെയ്യുന്ന സമയത്ത്, ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡിൽ അത് സൂട്ട് ആവുന്നുണ്ടോയെന്ന്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഏകദേശം 100% അല്ല, ഏകദേശം. ഓക്കെ, ഇപ്പോൾ ഈ സ്ട്രെച്ച് ഇതിന് വലിയ പ്രശ്നമില്ല കേട്ടോ, നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രോബ്ലം കാണുന്നില്ല. അല്ല, ആ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അത്രയും പ്രോബ്ലം ഫിനിഷ് തന്നെയാണ് കാണിക്കുന്നത്, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ആ ഒരു ആർക്ക് ക്യാരക്ടർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കുക. അത് ഇങ്ങനെ ഒരു ആർക്ക് പ്രോപ്പറായിട്ട് ക്യാരക്ടർ ചാടുന്നതിൽ ഒരു ആർക്ക് ഫീലിംഗ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഹിപ്പിൽ വർക്ക് ചെയ്യാം, ഹിപ്പും ബോഡി പാർട്ടിലും വർക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ കണക്ക് ബോഡി പാർട്ട് എടുക്കാം, ഈ ഒരു ബോഡി പാർട്ടിൽ തൽക്കാലം വർക്ക് ചെയ്യാം. ഓക്കെ, ഈ ബോഡി പാർട്ടിൽ എടുക്കുന്ന സമയം കൊണ്ട് വന്ന് നിൽക്കുന്ന സമയം ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് സ്വല്പം ബാക്കിലോട്ടാക്കാം. സ്വല്പം ഒന്ന് ബാക്കിലോട്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ഫ്രണ്ടിലോട്ട്, ബാക്ക്, ദെൻ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ അടിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു എക്സ് തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ എക്സിൽ വന്നിട്ട് നമുക്കൊന്ന് എക്സിനെ ട്വീക്ക് ചെയ്യാം. എക്സ് ആക്സിസ് എടുക്കുക, എത്രത്തോളം അത് സ്ട്രെച്ചായി, ഇത്രയും സ്ട്രെച്ചിങ് ചിലപ്പോൾ വൃത്തികേടായിരിക്കും, അത് റിമൂവ് ചെയ്യുക. അതും നമുക്കൊന്ന് സ്വല്പം ഒന്ന് കുറയ്ക്കാം, ഇവിടെയും നമുക്ക് സ്വല്പം ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ അത് ഏകദേശം ഒരു ലൈവ് ആയിട്ടുണ്ട്, ക്യാരക്ടർ സ്റ്റിഫ്നെസ് പോയിട്ടുണ്ട്. കൈയും കൂടെ ചെയ്താലേ കംപ്ലീറ്റ് ആയിട്ട് അത് ലൈവ് ആവുള്ളൂ. ഈ ക്യാരക്ടറിൻ്റെ ഹെഡ് ഇത് കഴുത്താണ്, കഴുത്ത് വേണമെങ്കിൽ കഴുത്ത് നമുക്ക് അനിമേറ്റ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. അപ്പോൾ കഴുത്ത് അനിമേറ്റ് ചെയ്തിട്ട് തല അനിമേറ്റ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷ് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു കീ ഇട്ടു, ഞാൻ ഇവിടെ വരുമ്പോൾ കഴുത്ത് സ്വല്പം ഒന്ന് പിടിച്ചു, ഒരുപാട് അടുത്ത് വൃത്തിയേടായിരിക്കും. ഡൗൺ അപ്പ്. ഓക്കെ, ട്രാൻസ്ലേറ്റ് റൊട്ടേറ്റ് എക്സ് എടുക്കുന്നു, വീണ്ടും റൊട്ടേറ്റ് എക്സ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കുക റൊട്ടേറ്റ് എക്സ്. ഓക്കെ ഓക്കെ, അതുപോലെ ഇനി തല മാത്രമാണെങ്കിൽ തല മാത്രം നമുക്ക് എടുത്തിട്ട് പിന്നെ അനിമേറ്റ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിനിഷ് കിട്ടും, തല അവസാനം പോകുന്നു എന്നുള്ളൊരു ഫീല് കിട്ടും. ഉണ്ടോ? ഫൈൻ, ഉണ്ടോ? ആ ഫീല് മനസ്സിലായാലും എന്താണെന്ന്. നമ്മളപ്പോൾ എത്രയും നമ്മൾ മാക്സിമം ഒരു ഇതിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും, അനിമേഷൻ അത്രത്തോളം മനോഹരമായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് 100% ഞാൻ പറയുന്നില്ല, പക്ഷേ ഏകദേശം നമുക്ക് ആ ഒരു ഫിനിഷിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, ഇനി കാലിൻ്റെ ഓവർലാപ്പിംഗ് ആണ്, കാല് ഓവർലാപ്പ് ചെയ്യുക. ഓക്കെ, കാല് ഓവർലാപ്പ് ചെയ്യുക മീൻസ് ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാല് പോയതിന് ശേഷം അടുത്ത കാല് പോവുക. ഓക്കെ, അപ്പുറത്തെ കാലായിരിക്കും തോന്നുന്നു കുറച്ചും കൂടെ, ഏകദേശം ആ ഒരു ഫീൽ കൊണ്ടുവരിക. ഈ കാല് പോയതിന് ശേഷം അടുത്ത കാല്, അത് എല്ലാത്തിലും ബാധകമാണ്, എന്നാലേ ആ ഒരു സുഖം കിട്ടുള്ളൂ കാണുന്ന സമയത്ത്. ഏത് ടൈപ്പ് ഓഫ് ജമ്പിങ് ആണെന്ന് നമുക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റക്കാലിൽ ജമ്പിങ് ആണെങ്കിൽ ഒറ്റക്കാലിൽ നമുക്ക് ജമ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഈ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ഈ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് കാലും പൊക്കോട്ടെ, വരുന്ന സമയം നമ്മൾ രജിസ്റ്റർ ആയിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ഈ സമയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാലിനെ നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം, അപ്പോൾ ഒരു കാല് കഴിഞ്ഞിട്ട് അടുത്ത കാല് വരും. ഓക്കെ ഫൈൻ, അപ്പോൾ ഈ രജിസ്റ്റർ ആകുമ്പോൾ ഈ കാല് രജിസ്റ്റർ ആയതിനു ശേഷം അടുത്ത കാല് രജിസ്റ്റർ ആവും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരട്ടെ, ഒരു കാല് കഴിഞ്ഞിട്ട് അത്രയും സമയമൊന്നും വരില്ല ഡിലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിലേ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഷോട്ടാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. കുറച്ച് ഡിലേ വേണമെങ്കിൽ ഡിലേ സ്വല്പം കൂടെ കൊടുക്കാം, പ്രശ്നമില്ല. വൃത്തിയേടാവരുത്, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഷോട്ടിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഒരു ഫീൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത പരിപാടി. വെയിറ്റ് ഹിറ്റ് ചെയ്ത് തറയിൽ എത്തുന്ന സമയത്ത് അതിനൊരു വെയിറ്റ് ഫീൽ ചെയ്യുക. വെയിറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ജമ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ട്രാൻസ്ലേഷൻ മുകളിലോട്ട് കൊടുക്കാം, സ്വല്പം. അപ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും, അവിടെ വന്ന് ഇടിച്ച് നിൽക്കുന്ന ഒരു ഫീൽ വരും, ഡൗൺ അപ്പ്, ആ ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഇനി ഈ ഏരിയയിൽ വേണമെങ്കിലും ഇവിടെ നമുക്ക് സ്വല്പം ഒന്നിങ്ങനെ ഫ്രണ്ടിലാക്കിയാലും സ്വല്പം ഇങ്ങനെ ഫ്രണ്ടിലാക്കിയാൽ ആ ഒരു ആർക്ക് ഒരുപാട് പിടിക്കേണ്ട, സ്വല്പം ഒരു ആർക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട്, ഒരുപാട് പിടിക്കേണ്ട ആവശ്യമില്ല, സ്വല്പം പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാം. ഒരു ആർക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടറിനെ സ്വല്പം ബാക്കിലോട്ട് കൊണ്ടുവരാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ക്യാരക്ടർ ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല. ഓക്കെ, ഇവിടെ നിന്ന് റിലീസ് ചെയ്യണ സമയത്ത് ഇങ്ങനെ റിലീസ് ചെയ്യാം, ഇങ്ങനെ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ബാലൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഏതൊക്കെ ഇതിൻ്റെ ഇടയിലാണ്, മീൻസ് രണ്ട് കാലിൻ്റെയും ആ ഒരു നിൽക്കുന്ന പോർഷനിൽ നമ്മുടെ വെയിറ്റ് ഏത് കാലിലാണ് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ബാലൻസ് ആവും. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും പൊങ്ങണമെന്നില്ല, സ്വല്പം ഒന്ന് കുറച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ. ഓക്കെ, ഇവിടെ സ്വല്പം താഴ്ത്തോ, ഇങ്ങനെ. ഒന്ന് ട്വീക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമ്പോൾ, ഒരു അനിമേഷൻ ട്വീക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. അതങ്ങനെ തന്നെയാണ്, ഒരെണ്ണം ട്വീക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. അത് ഇവിടെ വരച്ചോണെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ഒന്ന് പൊക്കാം ഈ ക്യാരക്ടറിനെ. ഹിപ്പിൻ്റെ ലാൻഡിങ്, ഹിപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം അത്, ഹിപ്പ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലാൻഡ് ചെയ്യുക. ഓക്കെ, കാലിൻ്റെ ആർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാലിൻ്റെ ആ ഒരു സ്ട്രൈറ്റ് ലൈനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം. ഈ മിഡിൽ പോർഷൻ അതുപോലെ തന്നെ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകാൻ പാടില്ല. മിഡിലിൽ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് മുകളിൽ പോയി, അതുകൊണ്ട് ഇവിടെ നിന്ന് മിഡിൽ നിന്ന് സ്വല്പം ഒറ്റയടിക്ക് അങ്ങനെ മുകളിൽ പോകേണ്ട ആവശ്യമില്ല. മിഡിൽ കീപ്പ് ചെയ്തിട്ട് മുകളിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ആകുമ്പോൾ ഒബ്വിയസ്ലി അടുത്തത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. സെലക്ട് ചെയ്യുന്നു, സ്വല്പം ഒന്ന് ട്വീക്ക് ചെയ്യുന്നു. ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അതാകുമ്പോൾ വീഴുമ്പോൾ ഒരു ഫീൽഡ് വീഴും. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ നിന്ന് സ്വല്പം കൂടെ തിരിഞ്ഞ് ഇവിടെ നിന്ന് വന്ന് ഡൗൺ, സ്വല്പം ഒന്ന് അപ്പ്, ഡൗൺ. ഒരുപാടാവാൻ പാടില്ല, സ്വല്പമേ ആവാൻ പാടുള്ളൂ. അപ്പോൾ റൊട്ടേറ്റ് എക്സ് എടുത്തിട്ട് വീണ്ടും റൊട്ടേറ്റ് എക്സിൽ വീണ്ടും ട്വീക്ക് ചെയ്യുക. അത് അടി ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതെല്ലാം ചെക്ക് ചെയ്യുക. വിൻഡോ, അനിമേഷൻ എഡിറ്റർ, ഗ്രാഫ് എഡിറ്റർ എടുക്കുന്നു. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ഏരിയ ഏതാണ്? ഈ ഏരിയ. ഓക്കെ, അതിൻ്റെ അകത്ത് റൊട്ടേറ്റ് എക്സ്. അതുകൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന ഗ്രാഫെല്ലാം ക്ലിയർ ചെയ്യുക. ഓക്കെ, ഒടിഞ്ഞു കിടക്കുന്ന ഗ്രാഫ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഡൗൺ എടുത്ത്, ഓക്കെ, റൊട്ടേഷൻ ഇങ്ങോട്ടുള്ള റൊട്ടേഷൻ. ഓക്കെ, ഇവിടെ ആകുമ്പോൾ സ്വല്പം തിരിക്കുക ഇങ്ങനെ. ഓക്കെ, ഒരുപാട് വേണ്ട, ഒടിഞ്ഞു പോകും ഗ്രാഫ്. സ്ട്രെയിറ്റ് ഇവിടെ വേണമെങ്കിൽ സ്വല്പം ഒന്ന് തിരിക്കാം. then down, then up. ഓക്കെ, ഒറ്റ അടിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും മിസ്സിംഗ് ആണ് തോന്നുന്നെങ്കിൽ സ്വല്പം കൂടെ സമയം കൂട്ടി നമുക്ക് ഇടാം. ഇത് ഭയങ്കര സ്പീഡിലായി പോയി എന്നുള്ള ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്വീക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയ ലാൻഡ് ചെയ്തതിന് ശേഷം ഓക്കെ സ്വല്പം ഇതിനങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ആ ഒരു ടൈം നമുക്ക് ടൈം എല്ലാത്തിനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പോൾ അതിൻ്റെ അത്ര സ്പീഡിൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്ന സമയത്ത് അവിടെ അങ്ങ് സ്ലോ ആവുക, കാരണം നമ്മളവിടെ എത്തിയ ശേഷം കുറച്ചും സ്ലോ ചെയ്താലും കുഴപ്പമില്ല. ഷോയ്ക്കകത്ത് നണ്ണാക്കുക, എന്നിട്ട് ഇത് മാത്രം ഓണാക്കുക, പോളിയൻ മാത്രം ഓണാക്കുക. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു പോസ് വയ്ക്കുന്നത്, എങ്ങനെയാണ് ഒരു ഫോളോ ത്രൂ ഇടുന്നത്, എങ്ങനെയാണ് ആർക്ക് പിടിക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് നമുക്കൊരു ബേസിക്കലി ഒരു അടിയില്ലാതെ നമുക്കൊരു അനിമേഷൻ മനോഹരമാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അനിമേഷൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇത്രയും സമയം കൊണ്ട് എന്തായാലും ഈ ഒരു അനിമേഷൻ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, നല്ല സമയം എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൈ വർക്ക് ചെയ്യാനുണ്ട്, എല്ലാം വർക്ക് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള ജമ്പിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ വരുന്ന വീഡിയോയിൽ, നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.